കർണാടകയിലെ ജാതി സെൻസസ് വിവരങ്ങൾ പുറത്ത്. സംസ്ഥാനത്തെ 94% പേരും SC/ST OBC വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. 1.5 കോടിയിലധികം പേർ SC/ST വിഭാഗത്തിൽപ്പെട്ടവർ. 75 ലക്ഷം മുസ്ലിങ്ങൾ OBC വിഭാഗത്തിൽ. ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ 30 ലക്ഷത്തിൽ താഴെയെന്നും സെൻസസിൽ വിവരമുണ്ട്. വിശദാംശങ്ങളുമായി മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, അങ്ങനെയെങ്കിൽ ഈ സംവരണ മാനദണ്ഡങ്ങളടക്കം മാറ്റി നിശ്ചയിക്കേണ്ടി വരുമല്ലോ, ഇതിനുള്ള ശുപാർശ കൂടിയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, ജാതി സെൻസസിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ സംവരണ തത്വങ്ങളൊക്കെയും അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒന്ന് വേണം കർണാടക സർക്കാരിന് ഇനി മുന്നോട്ട് വയ്ക്കാൻ, അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കാൻ. നിലവിൽ കേന്ദ്ര സർക്കാർ ചില മാനദണ്ഡങ്ങളൊക്കെ ഈ സംവരണവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതൊക്കെയും മാറ്റുന്ന തരത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം സംസ്ഥാനത്ത് 94% പേരും SC അല്ലെങ്കിൽ SC OBC വിഭാഗങ്ങളിൽപ്പെട്ടവരാണെന്നാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 1.5 കോടിയിലധികം പേർ SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ്. OBC വിഭാഗത്തിൽ 75 ലക്ഷം പേർ വരുന്നു. നേരത്തെ ഈ ഒരു 6 കോടിയോളം വരുന്ന ജനത്തിന്റെ ഒരു സർവേ ആണ് നടത്തിയിരുന്നത്. അത് 2015 സെൻസസ് അനുസരിച്ച് നടത്തിയിരുന്ന ഒരു സർവേ ആണ്. അപ്പോൾ ആ തരത്തിൽ ആ ജനസംഖ്യ അടിസ്ഥാനത്തിൽ നടത്തിയ സർവേയിലാണ് ഇപ്പോൾ 4.16 കോടി ജനങ്ങളും ഇത്തരത്തിൽ ഈ ഒരു സംവരണ പട്ടികയിൽ, അല്ലെങ്കിൽ ഈ SC/ST അല്ലെങ്കിൽ OBC പട്ടികയിലേക്കൊക്കെ വരുന്ന തരത്തിലേക്ക് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 1.5 കോടി ആളുകൾ അത് SC/ST വിഭാഗത്തിൽ പെടുന്നവരാണ്. ഒപ്പം തന്നെ OBC വിഭാഗത്തിൽ പെടുന്ന ജനസംഖ്യ അതൊരു വലിയ കണക്കാണ്. 75 ലക്ഷത്തിലധികം വരുന്നുണ്ട്. സത്യത്തിൽ 29 ലക്ഷം പേർ മാത്രമാണ് നിലവിൽ ജനറൽ കാറ്റഗറിയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ നൽകുന്ന റിസർവേഷൻ അത് 32% മുതൽ 38% വരെയാണ്. OBCക്ക് പല തട്ടുകളിലായി റിസർവേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സംവരണം 51% ഉയർത്തേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട് ചില കർണാടക മന്ത്രിമാർ ഇപ്പോൾ തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് ഏതാണ്ട് സർക്കാർ ഇത്തരത്തിൽ റിസർവേഷൻ ഉയർത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ അത് ആകെ നോക്കുകയാണ് എങ്കിൽ അതൊരു റിസർവേഷൻ കൊണ്ട് മാത്രം ഏതാണ്ട് അത്തരത്തിലൊരു കാര്യം തീരുമാനിക്കുന്നതിലേക്കൊക്കെ വരും. റിസർവേഷൻ മാത്രമായി ചുരുങ്ങും. കാരണം സംവരണം 70% അല്ലെങ്കിൽ 80% മുകളിലേക്ക് പോകും. SC/ST വിഭാഗത്തിന് പ്രത്യേകമായിട്ടുള്ള സംവരണമുണ്ട്. OBC വിഭാഗത്തിന് കൂടി അങ്ങനെ 51% സംവരണം കൊണ്ടുവന്നാൽ സംവരണത്തിന്റെ ശതമാനം വലിയ തോതിൽ തന്നെ ഉയരും. എന്തായാലും ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്ന, അതനുസരിച്ച് നയരൂപീകരണം നടത്തുന്ന ആദ്യ സംസ്ഥാനമായിട്ടൊക്കെ കർണാടക മാറുകയാണ്. അങ്ങനെ 17-ാം തീയതി ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം നിലവിൽ വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നീക്കങ്ങൾ എന്തായാലും നടക്കുക. കൗതുകകരമാണ്. ആദ്യമായി ഇത്തരത്തിലൊരു നീക്കം നടന്നു വരുന്നുണ്ട്. ഉന്മേഷ്, മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.